ഹായ് ഓൾ, എല്ലാവർക്കും മിഞ്ചാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ കുറച്ച് പേനയാണ് എടുത്തിട്ടുള്ളത്. സ്കൂളിലൊക്കെ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പേനയും പെൻസിൽ സ്കെച്ച് പേനയൊക്കെ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ അലമാരയിലൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ആകെ ഡിസോർഡർ ആയിട്ടാണ് കിടക്കുക. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അത്. ഞാൻ ഈ കുഞ്ഞു മക്കളുടെ ഷർട്ടിൻ്റെ കൈൻ്റെ അപ്പാടി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തതിന് ശേഷം ഞാനത് ആ പേന അതിനുള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേന ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അത് ലൂസായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ടൈറ്റായി കിട്ടാനായിട്ട് ഞാൻ കുറച്ചധികം പേനകൾ കൂടി അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേന എന്ന് മാത്രമല്ല കേട്ടോ, മക്കളുടെ പെൻസിലുകൾ അതുപോലെ തന്നെ സ്കെച്ച് പേനൊക്കെ ഇതേ രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒട്ടും ഡിസോർഡർ ആവാതെ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിതിനുള്ളിലേക്ക് മാക്സിമം പേനകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ എനിക്ക് ടൈറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ അലമാരയിൽ ഒക്കെ കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഡിസോർഡർ ആവാതെ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചപ്പാത്തി കോലാണ്. നമ്മൾ ഒരു തവണയൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാക്കുക. ആ ഒരു സമയമാകുമ്പോഴേക്കും ചപ്പാത്തി കോല് നല്ലപോലെ പൂപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ ഒരു ചപ്പാത്തി കോല് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നല്ലപോലെ പൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം ഞാനിതൊന്ന് കഴുകിയെടുത്ത് വരാം. അതിനുശേഷം ഞാൻ പറയുന്ന ഈ ഒരു രീതിയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിക്കോല് നല്ലപോലെ ഫ്രഷ് ആയിരിക്കും. സാധാരണ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ഒരു കോലെടുക്കുക. ആ സമയത്ത് പൂപ്പൽ ഉണ്ടായി കഴിഞ്ഞാൽ കഴുകി ക്ലിയർ ആയിട്ട് കിട്ടുകയും വേണം. അപ്പം തന്നെ പഴുത്തി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതില്ലാണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതാ പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചപ്പാത്തി കുഴൽ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം അതിന് വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ പൂക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ 1-2 തവണ നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 തവണ തുടച്ചതിന് ശേഷമുള്ളതാണിത്. ഇപ്പോഴും എനിക്ക് ആ ഒരു ചപ്പാത്തി കുഴൽ ചെറുതായിട്ടൊരു ഈർപ്പം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും 2 തവണ ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ ചപ്പാത്തി കുഴൽ നന്നായിട്ട് തന്നെ തുടച്ച് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇപ്പോൾ ഇല്ല കേട്ടോ. ഇതുപോലെ വേണം നമ്മളിത് കീപ്പ് ചെയ്യാനായിട്ട്. ഇനി ഇത് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കവറാണ്. അപ്പോൾ ഞാൻ പോളിത്തീൻ്റെ ഒരു കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾ വലിച്ചെറിയാനാണ് പതിവ്. എന്നാൽ വൃത്തിയുള്ളൊരു കവർ നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു കവറിനുള്ളിലേക്ക് ചപ്പാത്തി കുഴൽ ചെരിച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡയറക്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് കവർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കവറിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ആ ഭാഗം ഞാൻ കവറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഈ ബാലൻസ് വരുന്ന ഭാഗം ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളിലേക്കൊന്ന് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കവറിൻ്റെ ബാലൻസ് വരുന്ന ഭാഗമൊക്കെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് റബ്ബർ ബാൻഡാണ് കേട്ടോ. റബ്ബർ ബാൻഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 സൈഡിലായിട്ടോ അതല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്തോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ റബ്ബർ ബാൻഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ കൈയിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചപ്പാത്തി കുഴൽ കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ എത്ര നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തും ചപ്പാത്തി കുഴൽ നല്ലപോലെ നീറ്റായിരിക്കും, ഒട്ടും പൂപ്പലുണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് ഞാൻ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. വിനാഗിരിയുടെ 2 ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽ ഞാൻ വെളിച്ചെണ്ണ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അതിൽ അവർ കറയായിട്ട് കാണുന്നത്. അപ്പോൾ 2ാമത്തെ ബോട്ടിലിൻ്റെ സ്റ്റിക്കർ ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ കത്തി വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഞാനിതാ ഈ ഒരു റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 2ാമത്തെ ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെയാണ് ആവശ്യമുള്ളത്. ആദ്യം നമ്മൾ കട്ട് ചെയ്ത അത്ര ലെങ്ത്തിൽ നമുക്ക് ആവശ്യമില്ല, അതിലേറെ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ 2ാമത്തെ ബോട്ടിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാനുണ്ട്, അതുകൂടി ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ അതാ രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ലുക്കാണിത്. ഒന്ന് കുറച്ച് വലുതായിട്ടും മറ്റേത് കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വലുതായിട്ട് കട്ട് ചെയ്തതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു പീസ് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ ഞാനിതാ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നേരെ ഓപ്പോസിറ്റും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലിഡിൻ്റെ ഏകദേശം അടുത്തെത്തുന്ന വരെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു പീസ് ഒന്ന് അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കി നിന്നിട്ടുള്ള ഈ കുറച്ച് ഭാഗം കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയണേ. അപ്പോൾ ഇത്രയും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസിലേക്ക് ഈ ഒരു പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു റൗണ്ടിൽ ഉള്ള പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്ലോറിൽ വെക്കാനുള്ളതാണ്. അതിൻ്റെ ലിഡിൽ ഞാൻ ഫ്ലെക്സ് കേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ വേറൊരു ഭാഗത്തേക്ക് നീക്കുമ്പോഴൊക്കെ കെട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മെഴുകുതിരി അതിനുള്ളിലേക്ക് വെക്കുകയും ചെയ്യാം. നമ്മൾ നീക്കുന്ന സമയത്തൊന്നും കെട്ടുപോകുകയില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു മെഴുകുതിരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാനത് നീക്കുന്ന സമയത്തോ ഒന്നും അത് കിടുന്നില്ല. മാത്രമല്ല നമുക്കൊരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനും എളുപ്പമായിരിക്കും. ആ ഒരു ബോട്ടിലിൻ്റെ കുറച്ച് ഭാഗം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നത് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ആരും മെഴുകുതിരി കെട്ടുപോകില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം. നമ്മൾ വീടൊക്കെ എത്ര ക്ലീനാക്കി കൊണ്ടു കഴിഞ്ഞാലും വല്ലാതെ ശല്യം ചെയ്യുന്ന രണ്ട് ജീവികൾ തന്നെയാണ് പാറ്റയും പല്ലിയൊക്കെ അല്ലേ. ഏറ്റവും കൂടുതലായിട്ട് വീട് ശല്യം കൂടുതലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ്. കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഭക്ഷണത്തിൻ്റെ വേസ്റ്റും അതുപോലെ ആ ഒരു എണ്ണമയോ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സിങ്കിലും അതുപോലെ തന്നെ നമ്മൾ മസാല പൗഡറുകളൊക്കെ വെക്കുന്ന ഷെൽഫുകളിലൊക്കെ ഇവയുടെ ശല്യം വല്ലാതെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഇവ തൊട്ട് കഴിഞ്ഞാൽ ഒത്തിരി അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതിന് ഒത്തിരി കെമിക്കൽസ് നമ്മുടെ കടയിലൊക്കെ കിട്ടുമെങ്കിലും അതെല്ലാം മക്കളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ടെൻഷനൊക്കെ ആയിരിക്കും. എന്നാൽ ഒട്ടും ടെൻഷൻ ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇവയെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് മൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റെഡ് പേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ യൂസ് ചെയ്യുക. ഒരു ടീസ്പൂണോളം പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതാ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു പേസ്റ്റും തേയില പൗഡറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഉരുളകളാക്കി കൊടുക്കാം. ഇതിലേക്ക് സെപ്പറേറ്റ് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ഉരുട്ടിയെടുക്കാൻ കുറച്ച് പാടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാലൻസ് ഉള്ളത് ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാറ്റയുടെയും പല്ലിയുടെയും ശല്യം ഏറ്റവും കൂടുതലായിട്ട് ഏതെല്ലാം ഭാഗങ്ങളിലാണോ അവിടെയെല്ലാം നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ എളുപ്പത്തിലും ഒട്ടും ടെൻഷൻ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ എനിക്ക് പാറ്റയുടെയും പല്ലിയുടെയും ശല്യം കൂടുതലായിട്ടുള്ളത് ഈ ഒരു ഷെൽഫിലാണ്. അവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിവശത്തായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റവിൻ്റെ താഴെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കിച്ചൺ സിങ്കിലാണ്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നൈറ്റിൽ ഞാൻ ഒരു ഉരുള ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യമുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒട്ടും കെമിക്കൽ യൂസ് ചെയ്യാതെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.